നമസ്കാരം. ഇന്നത്തെ വീഡിയോ ലോകത്തിലെ ഏറ്റവും വലിയ ബുദ്ധക്ഷേത്രമായ ബോറോബുദൂറിനെ കുറിച്ചാണ്. ഇന്തോനേഷ്യയിലെ സെൻട്രൽ ജാവയിൽ സ്ഥിതി ചെയ്യുന്ന ഈ മഹാത്ഭുതം 8ാം നൂറ്റാണ്ടിലെ വാസ്തുവിദ്യയുടെ ഒരു ഉത്തമ മാതൃകയാണ്. യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിലും ബോറോബുദൂർ ഇടം പിടിച്ചിട്ടുണ്ട്. വെറുമൊരു ക്ഷേത്രം എന്നതിലുപരി 8ാം നൂറ്റാണ്ടിലെ മനുഷ്യർ കല്ലുകളിൽ തീർത്ത മഹാത്ഭുതം എന്ന് പറയുന്നതാകും കൂടുതൽ ശരി. ഒരു വലിയ പിരമിഡിൻ്റെ ആകൃതിയാണ് ഈ ക്ഷേത്രത്തിൻ്റേത്. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഏകദേശം 20 ലക്ഷം അഗ്നിപർവ്വത ശിലകൾ കൊണ്ടാണ് ഈ ക്ഷേത്രം ഉണ്ടാക്കിയിരിക്കുന്നത്. അതിശയകരമായൊരു കാര്യം, ഈ കല്ലുകൾക്കിടയിൽ സിമൻറ്റോ മണ്ണോ ഒന്നും തന്നെ ഉപയോഗിച്ചിട്ടില്ല എന്നതാണ്. കല്ലുകൾ തമ്മിൽ ലോക്ക് ചെയ്യുന്ന ഒരു പ്രത്യേക രീതിയിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. മുകളിൽ നിന്ന് നോക്കിയാൽ ഇതിനൊരു പ്രത്യേക ഷേപ്പാണ്. ഇതിന് 9 തട്ടുകളുണ്ട്. ഓരോ തട്ടും ഓരോ അർത്ഥമാണ് നൽകുന്നത്. അതായത് താഴത്തെ തട്ടുകളിൽ മനുഷ്യൻ്റെ ആഗ്രഹങ്ങളെക്കുറിച്ചും മുകളിലേക്ക് പോകുന്തോറും മോക്ഷത്തെക്കുറിച്ചുമൊക്കെയുള്ള സൂചനകളാണ് നൽകുന്നത്. ഏറ്റവും മുകളിലെത്തിയാൽ ആകാശം മുട്ടി നിൽക്കുന്ന കുറേ സ്തൂപങ്ങളുണ്ട്. അതിനുള്ളിലായി ധ്യാനിച്ചിരിക്കുന്ന ബുദ്ധപ്രതിമകൾ കാണാം. ഇനി ഈ ക്ഷേത്രത്തിൻ്റെ ചരിത്രം നോക്കാം. 8ാം നൂറ്റാണ്ടിലും 9ാം നൂറ്റാണ്ടിലുമായി അന്ന് ജാവ ഭരിച്ചിരുന്ന ശൈലേന്ദ്ര രാജാവിൻ്റെ കാലത്താണ് ബോറോബുദൂർ നിർമ്മിക്കപ്പെട്ടത്. ഇതിൻ്റെ ഭിത്തികളിൽ ഏകദേശം 2672 കൊത്തുപണികളുണ്ട്. ബുദ്ധൻ്റെ ജീവിത കഥകളും അന്നത്തെ കാലത്തെ ജീവിത രീതികളും ഈ കൊത്തുപണികളിൽ തെളിഞ്ഞു നിൽക്കുന്നു. എന്നാൽ 14ാം നൂറ്റാണ്ടോടെ ഈ ക്ഷേത്രം ചരിത്രത്തിൽ നിന്ന് മറഞ്ഞുപോയി. അഗ്നിപർവ്വത സ്ഫോടനത്തെ തുടർന്ന് ചാരത്താൽ മൂടപ്പെട്ടും കാടുപിടിച്ചും നൂറ്റാണ്ടുകളോളം ഇത് വിസ്മൃതിയിലാണ്ടു. പിന്നീട് 1814 ബ്രിട്ടീഷ് ഭരണാധികാരിയായിരുന്ന സർ തോമസ് സ്റ്റാംഫോർഡ് റാഫിൾസ് ആണ് ഈ മഹാത്ഭുതം ലോകത്തിനു മുന്നിൽ വീണ്ടും എത്തിക്കുന്നത്. 1970കളിൽ യുനെസ്കോയുടെ നേതൃത്വത്തിൽ വലിയ തോതിലുള്ള പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ നടന്നു. ഓരോ കല്ലും അക്കമിട്ട് മാറ്റി വൃത്തിയാക്കി വീണ്ടും പഴയ പടിയടുക്കി വച്ചാണ് ഇന്നത്തെ രൂപത്തിൽ കാണുന്ന ബോറോബുദൂർ വീണ്ടെടുത്തത്. ഇന്തോനേഷ്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിനോദസഞ്ചാരം കൂടിയാണിന്ന് ഈ സ്ഥലം. സൂര്യോദയ സമയത്ത് ബോറോബുദൂർ കാണുന്നത് വാക്കുകൾക്കതീതമായ ഒരു അനുഭവമാണ്. മനുഷ്യൻ്റെ കഠിനാധ്വാനവും വിശ്വാസവും കലയും ഒത്തുചേർന്ന ഈ മഹാത്ഭുതം ഇന്നും നമ്മെ വിസ്മയിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ചരിത്രത്തെയും കലയെയും സ്നേഹിക്കുന്നവർ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരിടമാണിത്. ഏഷ്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിനോദസഞ്ചാരം കൂടിയാണ് ഇന്ന് ഈ സ്ഥലം. ഇതിൻ്റെ വാസ്തുവിദ്യാ ശൈലിയും ചരിത്രപരമായ പ്രാധാന്യവും കാരണം ലോകമെമ്പാടുമുള്ള വിനോദസഞ്ചാരികളെ ഇവിടേക്ക് ആകർഷിക്കുന്നു. പരമ്പരാഗത ജാവനീസ് ശൈലിയും ഇന്ത്യൻ ഗുപ്തകലയുടെ സ്വാധീനവും ഇതിൻ്റെ നിർമ്മാണത്തിൽ കാണാൻ സാധിക്കും. ഈ ക്ഷേത്രത്തിലുടനീളം 504 ബുദ്ധപ്രതിമകളും പ്രധാന സ്തൂപത്തിനു ചുറ്റുമായി മണിരൂപത്തിലുള്ള 72 ചെറിയ സ്തൂപങ്ങളുമുണ്ട്. ഇതിൽ ഓരോന്നിനുള്ളിലും ഓരോ ബുദ്ധപ്രതിമകൾ കാണാൻ സാധിക്കും. ലോകമെമ്പാടുമുള്ള ബുദ്ധമത വിശ്വാസികളുടെ ഒരു പ്രധാന തീർത്ഥാടന കേന്ദ്രം കൂടിയാണ് ഈ ക്ഷേത്രം.